നമസ്കാരം. എല്ലാവർക്കും എൻ്റെ അക്കൗണ്ടിംഗ് ക്ലാസ്സിലേക്ക് സ്വാഗതം. എന്താണ് അക്കൗണ്ടിംഗ്? അക്കൗണ്ടിംഗ് is the language of business used to communicate information on enterprises. എന്താണ് ലാംഗ്വേജ്? നമ്മൾ വേറൊരാളെ എന്തെങ്കിലും കാര്യം പറഞ്ഞ് മനസ്സിലാക്കണമെങ്കിൽ ഭാഷ ഉപയോഗിച്ചാണ് പറഞ്ഞ് മനസ്സിലാക്കുന്നത്, അല്ലേ? അതുപോലെ ഇപ്പം നമുക്കൊരു ബിസിനസ് ഉണ്ട്. എക്സാമ്പിൾ, നിങ്ങളുടെ കോളേജിൻ്റെയും സ്കൂളിൻ്റെയൊക്കെ അടുത്ത് സ്റ്റേഷനറി ഷോപ്സ് ഉണ്ടാവില്ലേ? അവിടെ നിന്നാണ് നമ്മൾ നോർമലി ബുക്സ്, പെൻ, പെൻസിൽ അതൊക്കെ വാങ്ങിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു മാസം എത്ര സെയിലുണ്ട് അല്ലെങ്കിൽ എത്ര ചിലവുണ്ട്, ഇതൊക്കെ വേറെ ആൾക്കാർക്ക് മനസ്സിലാക്കണമെങ്കിൽ ഒരു റെക്കോർഡ് വേണം. അതിന് യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് ആണ് അക്കൗണ്ടിങ്. അപ്പം എങ്ങനെയാണ് അക്കൗണ്ടിങ് ചെയ്യുന്നത് എന്ന് പഠിക്കുന്നതിന് മുൻപ് നമുക്ക് കുറച്ച് ബേസിക് ടേംസ് മനസ്സിലാക്കണം. എൻറ്റിറ്റി അല്ലെങ്കിൽ enterprise. Entity means a reality that has a definite individual existence. Business entity means a specifically identifiable business enterprise like Super Bazaar, ITC Limited, etc. എന്താണ് ഈ ഡെഫിനിറ്റ് ഇൻഡിവിജ്വൽ എക്സിസ്റ്റൻസ് അല്ലെങ്കിൽ സ്പെസിഫിക്കലി ഐഡൻറ്റിഫയബിൾ ബിസിനസ് എൻ്റർപ്രൈസ് എന്ന് പറഞ്ഞാൽ ബിസിനസ്സിന് ഒരു സെപ്പറേറ്റ് ഐഡൻറ്റിറ്റി ഉണ്ടാവണം. നമ്മൾ നേരത്തെ പറഞ്ഞ സ്റ്റേഷനറി സ്റ്റോറിൻ്റെ എക്സാമ്പിൾ എടുക്കാം. അപ്പോൾ ആ സ്റ്റേഷനറി സ്റ്റോറിന് വേണ്ടി നമ്മളൊരു പ്രത്യേക ബിൽഡിംഗ് എടുത്തു, നെയിം ബോർഡൊക്കെ വെച്ചു, XYZ സ്റ്റേഷനറി സ്റ്റോർ. അവിടെ ബുക്സ്, പെന്നൊക്കെ സെല് ചെയ്യാൻ വെച്ചു. അപ്പോൾ ആ സ്റ്റോറ്, ആ ബിൽഡിംഗ് കാണുമ്പോൾ നമുക്ക് സെപ്പറേറ്റ്ലി ഐഡൻറ്റിഫൈ ചെയ്യാം. അതുപോലെ അക്കൗണ്ടിങ്ങിൽ ബിസിനസ് തുടങ്ങിയ ആൾ എന്ന് പറഞ്ഞ ഓണറും ഈ ഷോപ്പും നമ്മൾ രണ്ടായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അതാണ് സെപ്പറേറ്റ് ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഓണർ, ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ, അക്കൗണ്ടിങ്ങിൽ ഷോപ്പും ഓണറും സെപ്പറേറ്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ പൈസ ആവശ്യമാണ്, ഇല്ലേ? ബിൽഡിംഗ് എടുക്കണം, സ്റ്റാഫിനെ വെക്കണം, അപ്പോൾ അവർക്ക് സാലറി കൊടുക്കണ്ടേ, പിന്നെ സെല് ചെയ്യാനുള്ള ഐറ്റംസ് മേടിക്കണം. ഇതിനൊക്കെ വേണ്ടി പൈസ കൊണ്ടുവരുന്ന ആളാണ് ഓണർ. ഓണർ ഇസ് ദ പേഴ്സൺ അല്ലെങ്കിൽ പേഴ്സൺസ് ഹു ബ്രിങ് ഇൻ മണി ടു സ്റ്റാർട്ട് ബിസിനസ്. ഇപ്പം ഞാൻ ഒറ്റയ്ക്കാണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പൈസ കൊണ്ടുവന്നത് വിചാരിക്കുക. അപ്പം എന്നെ വിളിക്കുന്ന പേരാണ് സോൾ പ്രൊപ്പറേറ്റർ. അതുപോലെ എൻ്റെ കയ്യിൽ ഇപ്പം അത്രയും പൈസ ഇല്ല. അപ്പം ഞാനൊരു 2-3 കൂട്ടുകാരെ വിളിച്ചു, എല്ലാവരും കൂടെ പൈസ കൊണ്ടുവന്ന് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഈ ഓരോരുത്തരെയും വിളിക്കുന്ന പേരാണ് പാർട്ട്ണർ. അങ്ങനെ പല ഫോംസ് ഉണ്ട്. അത് നമ്മുടെ ഇനി വരുന്ന ടോപ്പിക്സിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. അപ്പം ഈ കൊണ്ടുവരുന്ന പൈസ ഇല്ലേ, അതിന് അക്കൗണ്ടിങ്ങിൽ ഒരു പേരുണ്ട്, അതാണ് ക്യാപിറ്റൽ. ട്രാൻസാക്ഷൻ. എന്താണ് ഒരു ബിസിനസ് ട്രാൻസാക്ഷൻ? Exchange of goods or services between two persons, entities for money or money's worth. ഒരു ബിസിനസ്സിന് എല്ലാ ദിവസവും കുറേ ആക്ടിവിറ്റീസ് ഉണ്ടാവും, അല്ലേ? നമ്മൾ കുറേ ഐറ്റംസ് പർച്ചേസ് ചെയ്യും, സെല്ല് ചെയ്യും, അതിൻ്റെ എഗെയിൻസ്റ്റ് ക്യാഷ് റിസീവ് ചെയ്യും. അതുപോലെ നമുക്ക് സ്റ്റാഫ് ഉണ്ടെങ്കിൽ അവർക്ക് സാലറി പേ ചെയ്യും. ഇത് ഓരോ ആക്ടിവിറ്റിയും നമ്മൾ ബിസിനസ്സിൽ പറയുന്ന പേരാണ് ട്രാൻസാക്ഷൻ. ഈ ട്രാൻസാക്ഷനിൽ പറയേണ്ട എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. എന്താണ് ഈ ഗുഡ്സ്? ഇറ്റ് റെഫേഴ്സ് ടു പ്രോഡക്ട്സ് ഇൻ വിച്ച് ദ ബിസിനസ് യൂണിറ്റ് ഇസ് ഡീലിംഗ്, ദാറ്റ് ഈസ് ഇൻ ടേംസ് ഓഫ് വിച്ച് ഇറ്റ് ഈസ് ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓർ പ്രൊഡ്യൂസിങ് ആൻഡ് സെല്ലിംഗ്. നമ്മുടെ സ്റ്റേഷനറി ഷോപ്പിൻ്റെ എക്സാമ്പിൾ എടുത്താൽ ബുക്സ്, പെന്ന്, പെൻസിൽ ഇതൊക്കെയാണ് സെല്ല് ചെയ്യുന്നത്, അല്ലേ? അതാണ് അവരുടെ മെയിൻ ബിസിനസ്. അപ്പോൾ ഈ സ്റ്റേഷനറി ഐറ്റംസ് ഒക്കെ അവരുടെ ഗുഡ്സ് ആണ്. പക്ഷേ ഇപ്പോൾ ഒരു ബേക്കറി ആണെങ്കിലോ, അവർ കുറച്ച് ബുക്ക് വാങ്ങിച്ചു, എന്തിനാ? കണക്കൊക്കെ എഴുതി വെക്കാൻ. അത് അവരുടെ ഗുഡ്സ് ആവോ? ഇല്ല. കാരണം ബേക്കറി ഡീൽ ചെയ്യുന്നത് ഫുഡ് ഐറ്റംസിലാണ്, അല്ലാതെ സ്റ്റേഷനറി ഐറ്റംസ് അല്ല. അപ്പോൾ അത് അവരുടെ എക്സ്പെൻസേ ആവുള്ളൂ, അത് അവരുടെ ഗുഡ്സ് ആവില്ല. ഇനി വീണ്ടും ട്രാൻസാക്ഷനിലേക്ക് വരുവാണെങ്കിൽ എക്സ്ചേഞ്ച് ഓഫ് സർവീസസ് എന്ന് പറയുന്നുണ്ട്. എന്താണ് ഈ സർവീസസ്? എന്തെങ്കിലും വർക്ക് പെർഫോം ചെയ്യുകയാണ്,
ഫോർ എക്സാമ്പിൾ, നമ്മളൊരു ഹെയർ കട്ട് ചെയ്തു. അവിടെ നമ്മൾ ഐറ്റംസ് ഒന്നും എക്സ്ചേഞ്ച് ചെയ്യുന്നില്ല. അവർ ഹെയർ കട്ട് ചെയ്ത് തരുന്നു, നമ്മൾ ക്യാഷ് കൊടുക്കുന്നു. അതൊരു സർവീസ് ആണ്, അല്ലേ? അതുപോലെ ഷോപ്പിൽ നിൽക്കുന്ന സ്റ്റാഫിന് സാലറി കൊടുത്തു. അതും എക്സ്ചേഞ്ച് ഓഫ് സർവീസ് ആണ്. കാരണം ഐറ്റംസ് ഒന്നും അവിടെ നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യുന്നില്ല. ഇനി ഇവൻറ്റ്സ് എന്ന് പറഞ്ഞാൽ റിസൾട്ട് ഓഫ് ട്രാൻസാക്ഷൻസ്. നമ്മളിപ്പോൾ കുറേ ട്രാൻസാക്ഷൻസ് പഠിച്ചു, അതിൻ്റെയൊക്കെ റിസൾട്ടാണ് ഈവൻ്റ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ, പ്രോഫിറ്റ് ഓർ ലോസ് മെയ്ഡ്. ഇപ്പം നിങ്ങൾ സ്റ്റുഡൻസിൻ്റെ കാര്യം എടുക്കുകയെന്ന് വെച്ചോ. നമ്മളൊരു കൊല്ലം മുഴുവൻ അക്കൗണ്ടിങ് പഠിക്കുന്നു, എന്നിട്ട് എക്സാം എഴുതുന്നു. ഇത് ഓരോന്നും ഓരോ ട്രാൻസാക്ഷൻസ് ആണ്. അതിൻ്റെ ഒക്കെ റിസൾട്ട് എങ്ങനെ അറിയുക? നിങ്ങൾക്ക് മാർക്സ് അല്ലെങ്കിൽ ഗ്രേഡ് വരുമ്പോൾ, അല്ലേ? അതുപോലെ ബിസിനസ്സിൽ ഇപ്പം ഒരു മാസം കുറേ ട്രാൻസാക്ഷൻസ് ഉണ്ടാവും. പർച്ചേസസ്, സെയിൽസ്, എക്സ്പെൻസസ്. അതെല്ലാം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും അവസാനം ലാഭമാണോ നഷ്ടമാണോ നമുക്ക് ആ ബിസിനസ്സിൽ നിന്നുണ്ടായെന്ന് കണ്ടുപിടിക്കാം. ആ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ്, അതിനെയാണ് ഇവൻ്റ് എന്ന് പറയുന്നത്. കാരണം നമ്മൾ നടത്തിയ എല്ലാ ട്രാൻസാക്ഷൻസിൻ്റെയും റിസൾട്ടാണ് അത്. ക്ലിയർ അല്ലേ? പ്രോസസ് ഓഫ് അക്കൗണ്ടിങ്. ഇപ്പം നമുക്ക് ബിസിനസ്സിൻ്റെ ട്രാൻസാക്ഷൻസ് എന്താണ്, ഇവൻറ്റ്സ് എന്താണ്, അതൊക്കെ മനസ്സിലായി. ഇനി ഇതൊക്കെ ബിസിനസ്സിൻ്റെ ബുക്സിൽ എങ്ങനെയാണ് അക്കൗണ്ട് ചെയ്യുന്നതെന്ന് നോക്കാം. ആ സ്റ്റെപ്സ് പഠിക്കാൻ നിങ്ങളൊരു കോഡ് ഓർത്തിരിക്കണം. IMRCSAC. എന്താണത്? ഐഡൻറ്റിഫിക്കേഷൻ, മെഷർമെൻറ്റ്, റെക്കോർഡിംഗ്, ക്ലാസിഫൈങ്, സമ്മറൈസിങ്, അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ, കമ്മ്യൂണിക്കേഷൻ. ഇതാണ് 7 സ്റ്റെപ്സ്. ഇനി നമുക്ക് ഓരോ സ്റ്റെപ്സ് ആയിട്ട് നോക്കാം. ഐഡൻറ്റിഫിക്കേഷൻ. Observing and selecting transactions related to the organization. ഒരു ദിവസം ഒരു ബിസിനസ്സിൽ കുറേ ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ടാവും, അല്ലേ? അതിലേതൊക്കെ ബിസിനസ്സിൻ്റെ ബുക്സിൽ റെക്കോർഡ് ചെയ്യണം എന്നുള്ളത് നമ്മൾ ആദ്യം സെലക്ട് ചെയ്യണം. അപ്പോൾ ഇതിൽ ബിസിനസ് ട്രാൻസാക്ഷൻസ് മാത്രമേ നമ്മൾ ഒരു ഓർഗനൈസേഷൻ്റെ ബുക്സിൽ റെക്കോർഡ് ചെയ്യൂ. പേഴ്സണൽ ട്രാൻസാക്ഷൻസ് ഒന്നും ഇവിടെ റെക്കോർഡ് ചെയ്യില്ല. ഇപ്പം നമ്മുടെ സ്റ്റേഷനറി ഷോപ്പിൻ്റെ എക്സാമ്പിൾ എടുക്കാം. അവിടെ നിന്ന് നമ്മൾ കുറച്ച് ബുക്സ് ഒരു കസ്റ്റമറിന് സെൽ ചെയ്തു. അത് ഈ സ്റ്റേഷനറി ഷോപ്പിൻ്റെ ആക്ടിവിറ്റീസിൽ വരുന്നതാണോ? അതെ, അവരുടെ ബിസിനസ് തന്നെ അതാണ്, അല്ലേ? അപ്പോൾ ഈ ട്രാൻസാക്ഷൻ നമ്മൾ ഈ സ്റ്റേഷനറി ഷോപ്പിൻ്റെ ബുക്സിൽ റെക്കോർഡ് ചെയ്യും. ഇനി ഒരു എക്സാമ്പിൾ എടുക്കാം. ഓണർ പേസ് ഹിസ് ഹോം റെൻറ്റ് ഫ്രം ഹിസ് പേഴ്സണൽ ബാങ്ക് അക്കൗണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു എൻറ്റിറ്റി ഓണറും രണ്ടും ഡിഫറെൻ്റ് ആണ് അക്കൗണ്ടിങ്ങിൽ. അപ്പം ഓണർ അയാളുടെ ഹോം റെൻറ്റ് പേഴ്സണൽ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പേ ചെയ്തു. അത് ഈ സ്റ്റേഷനറി ഷോപ്പിൻ്റെ ആക്ടിവിറ്റീസിൽ വരുന്നതാണോ? അല്ല. അപ്പോൾ പേഴ്സണൽ ട്രാൻസാക്ഷൻസ് ഒന്നും നമ്മൾ ഈ ബിസിനസ്സിൻ്റെ ബുക്സിൽ അക്കൗണ്ട് ചെയ്യില്ല. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പാണ് മെഷർമെൻറ്റ്. ട്രാൻസാക്ഷൻസ് മെഷറബിൾ ഇൻ ടേംസ് ഓഫ് മണി. Transactions which do not involve money will not be recorded in books of accounts. അപ്പം നമ്മളിപ്പോൾ കുറേ ട്രാൻസാക്ഷൻസ് പറഞ്ഞു. ഇതെല്ലാം നമുക്ക് മണി ടേംസിൽ കൺവേർട്ട് ചെയ്യാൻ പറ്റണം. എന്ന് പറഞ്ഞാൽ റുപ്പീസും പൈസയുമായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റണം. ഫോർ എക്സാമ്പിൾ, സെയിൽ ഓഫ് ഗുഡ്സ്. ഇത് നമുക്ക് മണി ടേംസിൽ കൺവേർട്ട് ചെയ്യാൻ പറ്റുമോ? പറ്റും. എങ്ങനെ? സെയിൽ ഓഫ് ഗുഡ്സ് ഫോർ ₹100 എന്ന് പറഞ്ഞാൽ 100 rupees വർത്ത് ഓഫ് ഗുഡ്സ് ആണ് നമ്മൾ സെല്ല് ചെയ്തത്. അപ്പോൾ ഈ ട്രാൻസാക്ഷൻസ് നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്യും. ഇനി വേറൊരു എക്സാമ്പിൾ, വർക്കിംഗ് കണ്ടീഷൻസ് ഇൻ ദ വർക്ക് പ്ലേസ് അല്ലെങ്കിൽ അപ്പോയിൻമെൻറ്റ് ഓഫ് ന്യൂ മാനേജിംഗ് ഡയറക്ടർ. ഇതൊക്കെ നമുക്ക് മണി ടേംസിൽ മെഷർ ചെയ്യാൻ പറ്റുമോ? ഇതൊക്കെ ബിസിനസ്സിനെ സംബന്ധിച്ച് ഇമ്പോർട്ടൻ്റ് കാര്യങ്ങളാണ്. നല്ല വർക്കിംഗ് കണ്ടീഷൻസ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ നല്ല മാനേജ്മെൻറ്റ് ഉണ്ടാവണം. പക്ഷേ ഇതൊന്നും നമുക്ക് മണി ടേംസിൽ പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇതൊന്നും ബുക്സ് ഓഫ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യില്ല. അടുത്ത സ്റ്റെപ്പാണ് റെക്കോർഡിംഗ്.
entering transactions in books of accounts in monetary terms and in a chronological order. Monetary terms എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ കണ്ടു മണിയിൽ കൺവേർട്ട് ചെയ്യുക. അതുപോലെ ഇൻ എ ക്രോണോളജിക്കൽ ഓർഡർ. ക്രോണോളജിക്കൽ ഓർഡർ എന്ന് പറഞ്ഞാൽ ഡേറ്റ് വൈസ് എൻ്റർ ചെയ്യുക. ഇപ്പം നമ്മൾ ആ ബിസിനസ്സിൽ ഓരോ ദിവസവും നടന്ന ട്രാൻസാക്ഷൻസ് ഡേറ്റ് വൈസ് ഇങ്ങനെ എൻ്റർ ചെയ്യും. ജാനുവരി 1 പർച്ചേസ് ഓഫ് ഗുഡ്സ് 1000 റുപ്പീസിനുണ്ടായിരുന്നു. ജാനുവരി 2 സെയിൽ ഓഫ് ഗുഡ്സ് 1200. അതുപോലെ ജാനുവരി 3 എക്സ്പെൻസസ് പെയ്ഡ് 200. ഇങ്ങനെ എല്ലാ ട്രാൻസാക്ഷൻസും ഡേറ്റ് വൈസ് നമ്മൾ എൻ്റർ ചെയ്ത് വയ്ക്കും. ആ ബുക്കിന് പറയുന്ന പേരാണ് ജേർണൽ. അടുത്ത സ്റ്റെപ്പാണ് ക്ലാസിഫൈയിങ്. ഗ്രൂപ്പിംഗ് ഓഫ് ഓൾ ദ ട്രാൻസാക്ഷൻസ് ഓഫ് സെയിം നേച്ചർ അറ്റ് വൺ പ്ലേസ്. ഇപ്പോൾ ഈ പീരീഡിൽ നമുക്ക് കുറേ പർച്ചേസസ് ഉണ്ടാവും, കുറേ സെയിൽസ് ഉണ്ടാവും, എക്സ്പെൻസ് ഉണ്ടാവും. അപ്പം നമുക്ക് എത്ര പർച്ചേസ് ടോട്ടൽ ചെയ്തു എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതെല്ലാം കൂടി പർച്ചേസ് എല്ലാം കൂടി ഗ്രൂപ്പ് ചെയ്ത് ഒരു അക്കൗണ്ടിലാക്കും. എല്ലാ ഡേറ്റിലും ഉള്ള പർച്ചേസസ് ഒരു സ്ഥലത്ത് വെച്ചിട്ട് ടോട്ടൽ എമൗണ്ട് കണ്ടുപിടിക്കും. അപ്പോൾ ആ ബുക്കിന് പറയുന്ന പേരാണ് ലെഡ്ജർ. ഇതുപോലെ സെയിൽസ് അക്കൗണ്ടിന് ഒരു ലെഡ്ജർ ഉണ്ടായിരിക്കും, അതുപോലെ എക്സ്പെൻസസിന് വേറൊരു ലെഡ്ജർ അക്കൗണ്ട് ഉണ്ടായിരിക്കും. അതാണ് ക്ലാസിഫൈയിങ്. ഇനി സമ്മറൈസിങ്. പുട്ടിംഗ് ദ ബാലൻസസ് ഓഫ് ഓൾ അക്കൗണ്ട്സ് അറ്റ് വൺ പ്ലേസ്. ഇപ്പം നമ്മൾ ഓരോ നേച്ചറിലുള്ള ട്രാൻസാക്ഷനും ഓരോ ലെഡ്ജർ അക്കൗണ്ട് ഉണ്ടാക്കി. ഇതിൻ്റെ എല്ലാം കൂടെ ബാലൻസ് ഒരു സമ്മറൈസ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് നമ്മൾ ഉണ്ടാക്കും. പർച്ചേസസ് എത്രയായിരുന്നു ആ പീരീഡിൽ? ടോട്ടൽ 1500. സെയിൽസ് ടോട്ടൽ 1800 ആയിരുന്നു. എക്സ്പെൻസസ് 200 ആയിരുന്നു. അങ്ങനെ ഒരു സമ്മറൈസ് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ആ പീരീഡിന് വേണ്ടി ഉണ്ടാക്കും. ആ സമ്മറൈസ് സ്റ്റേറ്റ്മെൻറ്റിന് പറയുന്ന പേരാണ് ട്രയൽ ബാലൻസ്. ഈ ട്രയൽ ബാലൻസിൽ നിന്ന് നമുക്ക് എളുപ്പം കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. പ്രോഫിറ്റ് ആയിരുന്നോ ലോസ് ആയിരുന്നോ ആ പീരീഡിൽ. ഇപ്പം സെയിൽസ് 1800, പർച്ചേസ് 1500, എക്സ്പെൻസസ് 200. അപ്പം നമുക്കറിയാം നമുക്കൊരു 100 റുപ്പീസിൻ്റെ പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ ബിസിനസ്സിൻ്റെ ട്രാൻസാക്ഷൻസ് എല്ലാം സമ്മറൈസ് ചെയ്ത് ഒരു റിപ്പോർട്ടാക്കി. ഇനി അടുത്ത സ്റ്റെപ്പാണ് അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ. Understanding the reports and draw conclusions from them using ratios, percentages, etc. അപ്പോൾ ഈ റിപ്പോർട്ട്സിന് ബിസിനസ്സിന് എത്ര ലാഭമുണ്ട്, അല്ലെങ്കിൽ നഷ്ടമുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ചിലവ് കൂടിയോ കുറഞ്ഞോ എന്നൊക്കെ മനസ്സിലാക്കുന്നതാണ് അനാലിസിസ്. ഒരു എക്സാമ്പിൾ എടുക്കാം. ഇപ്പോൾ കഴിഞ്ഞ കൊല്ലത്തെ ബിസിനസ്സിൻ്റെ ലാഭം 1 lakh ആണെന്ന് വയ്ക്കുക. ഇക്കൊല്ലത്തെ ലാഭം 1,50,000. അപ്പം നമുക്ക് എത്ര ഇൻക്രീസ് ഉണ്ടായി കൊല്ലം പ്രോഫിറ്റിൽ? 1,50,000 മൈനസ് 1,50,000 അല്ലേ? ഇനി പെർസെൻറ്റേജ് ഇൻക്രീസ് ഇൻ പ്രോഫിറ്റ്സ് എത്രയുണ്ട്? 50%. അതിൻ്റെ മീനിങ് കമ്പയർഡ് ടു ലാസ്റ്റ് ഇയർ ഇക്കൊല്ലം 50% ഇൻക്രീസ് ഉണ്ട് പ്രോഫിറ്റ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? ഈ ബിസിനസ്സിന് ഗ്രോത്ത് ഉണ്ട് അല്ലേ? അതാണ് ഇൻ്റർപ്രിട്ടേഷൻ. ക്ലിയർ അല്ലേ? ലാസ്റ്റ് സ്റ്റെപ്പാണ് കമ്മ്യൂണിക്കേഷൻ ടു വേരിയസ് യൂസേഴ്സ്, ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ, ത്രൂ വേരിയസ് റിപ്പോർട്ട്സ് ലൈക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ്, ബാലൻസ് ഷീറ്റ്, എക്സെട്ര. അപ്പോൾ നമ്മൾ ഇപ്പോൾ റെക്കോർഡിംഗ് കഴിഞ്ഞു, സമ്മറൈസിങ് കഴിഞ്ഞു, അനാലിസിസ് കഴിഞ്ഞു. ഇനി ഇത് ആർക്കൊക്കെയാണോ ഉപകാരപ്രദമായിട്ടുള്ളത് അവരിലേക്ക് നമ്മൾ എത്തിക്കണം അല്ലേ? ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറഞ്ഞാൽ ബിസിനസ്സിന് എത്ര ലാഭമുണ്ട് നഷ്ടമുണ്ട് എന്ന് കാണിക്കുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ് പ്രോഫിറ്റ് ആൻഡ് ലോസ്. അതുപോലെ ബിസിനസ്സിന് എത്ര ആസ്തിയുണ്ട് അല്ലെങ്കിൽ ബാധ്യതയുണ്ട് അതൊക്കെ കാണിക്കുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ് ബാലൻസ് ഷീറ്റ്. ഇത് ഇനി വരുന്ന ക്ലാസ്സസിൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പഠിക്കും. അപ്പം നമുക്ക് ഈ യൂസേഴ്സിൻ്റെ കാര്യം നോക്കാം. ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ യൂസേഴ്സ് എന്ന് പറയുന്നുണ്ട്. ആരാണ് ഇന്റേണൽ യൂസേഴ്സ്? ഇന്റേണൽ യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ ഹു ആർ ഇൻ ദ ഓർഗനൈസേഷൻ. എക്സാമ്പിൾ ഓണേഴ്സ്, മാനേജേഴ്സ്. ഓർഗനൈസേഷൻ്റെ അകത്ത് തന്നെയുള്ള യൂസേഴ്സ് ആണ് ഇന്റേണൽ യൂസേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഓണേഴ്സിന് എന്തിനാണ് ഈ റിപ്പോർട്ട്സ് കിട്ടിയിട്ട്? അവർക്കറിയണം അവർ പൈസ മുടക്കിയാണ് ഈ ബിസിനസ് തുടങ്ങിയത്.
അപ്പൊ അതിൽ ലാഭമാണോ നഷ്ടമാണോ എന്നൊക്കെ അവർക്ക് അറിയണം, വേണ്ടേ? അതുപോലെ മാനേജേഴ്സോ, അവർക്ക് ഇനി നെക്സ്റ്റ് ഇയർ എന്തൊക്കെ ആക്ടിവിറ്റീസ് പ്ലാൻ ചെയ്യണം എന്ന് നോക്കാൻ വേണ്ടിയിട്ട് റിപ്പോർട്ട്സ് ആവശ്യമാണ്. എന്ന് പറഞ്ഞാൽ സെയിൽസ് എത്ര കൂടിയിട്ടുണ്ട് അല്ലെങ്കിൽ കുറഞ്ഞിട്ടുണ്ട്, എന്താണ് അതിന്റെ കാരണം, അതുപോലെ ഏതൊക്കെ എക്സ്പെൻസ് കട്ട് ചെയ്യണം, അതൊക്കെ ഡിസൈഡ് ചെയ്യാൻ വേണ്ടി മാനേജേഴ്സിന് ഈ റിപ്പോർട്ട്സ് ആവശ്യമാണ്. ഇനി അടുത്തത് external users who are outside the organization, example bank, government, etc. അപ്പോൾ ഓർഗനൈസേഷന്റെ പുറത്തുള്ളവർക്ക് എന്തിനാണ് ഈ റിപ്പോർട്ട്സ്? എക്സാമ്പിൾ നമുക്ക് ബാങ്ക് എടുക്കാം. നമ്മൾ ഈ ബിസിനസ് തുടങ്ങാനായിട്ട് ലോൺ എടുത്തിട്ടുണ്ടെന്ന് വെക്കുക. അപ്പൊ ബാങ്കിന് അറിയണ്ടേ ഈ ബിസിനസ് എത്ര ക്യാഷ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്, ഈ ലോണൊക്കെ തിരിച്ചടയ്ക്കാൻ പറ്റുമോ എന്നുള്ളത് എല്ലാ കൊല്ലവും അവർ അസസ് ചെയ്തുകൊണ്ടിരിക്കും. അതിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന റിപ്പോർട്ട്സ് ആണ് ബാങ്കിന് ആവശ്യം. അതുപോലെ ഗവൺമെന്റ് ടാക്സ് ചാർജ് ചെയ്യുന്നുണ്ട്. ഈ ടാക്സ് ഇൻകത്തിന്റെ ബേസിസിലാണ് ചാർജ് ചെയ്യുന്നത്. അപ്പൊ ഈ ബിസിനസ് എത്ര ഇൻകം ഉണ്ടാക്കി, അതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഗവൺമെന്റിന്റെ ഈ റിപ്പോർട്ട്സ്. അപ്പോൾ ഈ 7 സ്റ്റെപ്സ് എന്തൊക്കെയായിരുന്നു നമുക്ക് ഒന്നുകൂടെ നോക്കാം. ആദ്യത്തെ എന്താണ്? ഐഡന്റിഫിക്കേഷൻ. ബിസിനസ് ട്രാൻസാക്ഷൻസ് ഐഡന്റിഫൈ ചെയ്യുക. മെഷർമെന്റ്, മോണിറ്ററി ടേംസിൽ മണി വാല്യൂവിൽ കൺവേർട്ട് ചെയ്യുക. റെക്കോർഡിംഗ്, ജേർണൽസിൽ അത് റെക്കോർഡ് ചെയ്യുക. ക്ലാസിഫൈങ് എന്ന് പറയുമ്പോൾ ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്തു. സമ്മറൈസിങ്, ട്രയൽ ബാലൻസിൽ ഓരോ ഹെഡും ടോട്ടൽ എത്രയാണെന്നുള്ളത് സമ്മറൈസ് ചെയ്തു. അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ, റിസൾട്ട്സ് മനസ്സിലാക്കിയിട്ട് അതിൽ നിന്ന് കൺക്ലൂഷൻസ് ഡ്രോ ചെയ്യുക. ആൻഡ് ഫൈനലി കമ്മ്യൂണിക്കേഷൻ ടു യൂസേഴ്സ് ഫോർ ഡിസിഷൻ മേക്കിംഗ്. അപ്പൊ എന്താണ് അക്കൗണ്ടിങ്? Accounting is the systematic process of recording, classifying and summarizing financial transactions and events of a business and interpreting the results thereof. Clear അല്ലേ? അപ്പൊ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ. അതുപോലെ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. Thank you.